ഇവിടുത്തെ മഹാന്മാരാവുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പാടില്ല. ഇവിടുന്ന് ആർക്കും ആരെയും ആക്ഷേപിക്കാലോ. അപ്പോൾ അവിടെ സാദാത്തുക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാദിഖ് അലി തങ്ങൾ അടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമുണ്ടാവുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളോ ഒക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ആ നിലയ്ക്ക് ഈ ബന്ധം സുശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു മതസംഘടനയാണ്. അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാവുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട്. ആ നിലക്ക് മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതനുസരിച്ചുകൊണ്ട് മാത്രമേ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോവുള്ളൂ. നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും. ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാകുന്ന നേതാക്കന്മാരും പ്രവർത്തകരോട് അതിരിക്കുന്നത്. അവരത് നിർവഹിച്ചുകൊള്ളും, നമ്മൾ നമ്മുടെ പ്രവർത്തനം നിർവഹിച്ചുകൊള്ളുക. പരസ്പരം അങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടു. അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്ന് പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളൊക്കെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ, ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയറവെക്കാന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് പോകും. അത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും. രണ്ടു കൂട്ടരും അങ്ങനെയുള്ള ചെയ്യേണ്ടത്. അപ്പം ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം, ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ, സമുദായത്തിലുള്ള അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിലേക്ക് ബോധവൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാകുന്ന നിങ്ങളുടെ ഭാഗത്തിൽ നിന്നോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുന്നതല്ല. ഇവിടെ നമുക്ക് വേണ്ടത്, ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം. അതിന് ബോധവൽക്കുന്നതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത്. പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം ആദരവ്, എല്ലാവർക്കും അവരോട് അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ ഉണ്ടാവും. ആ ബഹുമാനങ്ങളും ആദരവുകളും ഒക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വെറുതെ നമ്മൾ ആളുകൾ അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി. അതിന് നമ്മൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എല്ലാവരും പിന്മാറണം. അത് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നൊക്കെ ഉണ്ടാവാൻ പാടുള്ളതല്ല. നമ്മുടെ മതത്തിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ ആക്കം കൂട്ടും. അപ്പോൾ ഭിന്നതയെ വിള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത്. ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ, വസലമൻ ഖതഅഹു, ഭിന്നത ഉണ്ടായിത്തീർന്നാൽ അതിനെ നമ്മൾ എന്താക്കണം, അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയുള്ള ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ ഐക്യത്വം ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് ഉണർത്തുകയാണ്. ഈ ഐക്യം ഇവിടെ നിൽക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം സമ്മേളനം ഇവിടെ വരാൻ പോകണം. ഈ ഇരിക്കുന്ന സാദാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും ഒരുമിച്ച് കൂടിയെന്നും കൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത്. അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. പ്രത്യേകിച്ച് ഇവിടുത്തെ സനത് വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയോ ചെയ്യുന്നതായ ഒരു വാക്കുകളും നിങ്ങൾ ആരിൽ നിന്നുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിൽ നിന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല. ഒരേ ഒരു മനസ്സോട് കൂടി നമ്മൾ പ്രവർത്തിക്കാം. ഇവിടെ എല്ലാ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം. ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളർന്നതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ്. ഇതൊന്നും നമുക്ക് ആർക്കും എതിരില്ല. പക്ഷേ നമ്മൾ മുസ്ലിം ലീഗ് തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ EMS മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും ആൾക്കാട് PFS ബുക്കോയ തങ്ങൾ CH മുഹമ്മദ് കോയ അടക്കമുള്ള നവറല്ലാഹു മറാഖിദും അവർ പിന്നെ ശംസുൽ ഉലമയോട് വന്ന് ചോദിക്കുകയാണ് ചെയ്തത്, ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മൂപ്പർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അത് നിങ്ങൾ എന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോരട്ട, നിങ്ങളത് ഒന്നുകൂടി അത് നിങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ടിട്ട് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം. അതാണ് ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മുടെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സാദാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാദാത്തുക്കളെയും നമ്മൾ കൂട്ടിപ്പിടിക്കണം. പ്രത്യേകിച്ച് പാണക്കാട് സാദാത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണ് അവർ. അപ്പോൾ അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം മുൻഗാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത്,
ആ നിലക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ശ്രമിക്കണം. ഇവിടെ വലിയ പ്രചരണമാണ്. ഞാനും തങ്ങളും ഭയങ്കര എതിരാണ്. എന്ത് ചെയ്ത് നമുക്കറിയില്ല, എനിക്ക് മൂപ്പർക്കും അറിയില്ല, എനിക്കറിയില്ല. തങ്ങൾ രണ്ടാളും ഭയങ്കര അവർ ഒന്നിച്ചെന്ന് പറഞ്ഞാലൊക്കെ തീർന്നു. ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ. നമ്മളിപ്പോൾ എന്തായി ഒന്നിച്ച് പറയാന്ന് പറഞ്ഞത്? അപ്പോൾ പലതും ഉണ്ടാക്കുകയാണ്. എനിക്ക് തങ്ങളോട് എതിര്, തങ്ങൾക്ക് എന്നോട് എതിര്. ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന്, ഒരു വിഭാഗം ആളുകളുടെ ഒപ്പം നിന്ന് വേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായി കൊണ്ട് നടത്താനുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം. ഇതൊക്കെ സമസ്തന്റെ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ പട്ടിക്കാട് ജാമിയ നൂരിയ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ. അത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടുനിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ പുറത്തുണ്ടാവും. അപ്പോൾ അവരെയും കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിലുള്ള നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. അതിനാര് വിലകി വെച്ചാലും അത് ഞങ്ങളാരും അറിയിച്ചു കൊടുക്കില്ല. അതാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതാണ് തങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങനെ തന്നെ നമ്മൾ കൂട്ടിപ്പിടുത്തത്തോടു കൂടി മുന്നോട്ട് പോകണം. അതാണ് വേണ്ടത്. ഒരാളോടുള്ളതായ ഒരു ശത്രുത മനോഭാവം അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കണം എന്നുള്ള മനോഭാവം അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. അതൊരു മോമിന്റെ സ്വഭാവമാണ്. അപ്പോൾ പലരീക്കും പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നേക്ക് തങ്ങന്മാരും നമ്മളൊക്കെ ആയിക്കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് പോകണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മളെ അൽമുനീർ അത് വിൽക്കപ്പെടുന്നുണ്ട്. അത് എല്ലാവരും വാങ്ങി അതിൻ്റെ കോപ്പിയൊക്കെ നല്ല അതെ അൽമുനീർ അല്ലേ എൻ്റെ പറഞ്ഞേ അതല്ലേ പറഞ്ഞേ അൽമുനീർ അതെ എനിക്ക് പറഞ്ഞതാണ് മൂപ്പര്. ഞാൻ മൂപ്പരെ മുമ്പ് കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നതായിരുന്നു. കാരണം ഇവിടെ പഠിച്ച ആൾ തന്നെയാണ്. അപ്പോൾ അൽമുനീറിൻ്റെ ആ കോപ്പി എല്ലാവരും വാങ്ങണം. പിന്നെ മറ്റൊന്ന് ഇവിടെ മരണപ്പെട്ടു പോയ ഹാഫിദ് നഈം അദ്ദേഹം നമ്മളൊരു ശിഷ്യനും കൂടിയാണ്. അപ്പോൾ അവരെ ഉസ്താദിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആക്രമം അല്ലാഹു സുഖം സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ, ദോഷങ്ങൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ, നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. അവൻ്റെ കൂടെ പരിക്കേറ്റിയ ആ കുട്ടിക്ക് അല്ലാഹു ശിഫനെ കൊടുക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബി കോളേജിന് വേണ്ടിയും മറ്റ് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരാവുന്ന സദാത്തുക്കൾ, മഹാന്മാരാവുന്ന നമ്മുടെ ഉസ്താദന്മാർ, മറ്റ് ഇവിടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, സാധാരണക്കാർ, മരിച്ചുപോയ എല്ലാവർക്കുള്ള ഖുബൂറിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപുകാവനാക്കട്ടെ. ഇവിടെ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണ്. അപ്പോൾ അത് നമ്മൾ എന്താവണം, അതിലെല്ലാവരും സഹകരിക്കണം. സമസ്തൻ്റെ കൈത്താങ്ങ് വാറുണ്ട്, അയ്യോ സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മറക്കണ്ട, ആരും ഇതൊന്നും മറക്കണ്ട. എല്ലാ കൈത്താങ്ങിലും എല്ലാവരും കൂടുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ആ നിലക്ക് പോയാലേ ഇത് നിലക്ക് പോവുള്ളൂ. അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനെ ആരെങ്കിലും എതിർക്കുക. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ജാമിയൻ്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ നിന്ന് അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ? എതിർക്കാൻ എനിക്ക് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. ഇത് നമ്മുടെ സ്ഥാപനമാണ്, ഇതിനെ എതിർക്കാൻ നമുക്ക് കഴിയില്ല. എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.